പോലീസുകാരൻ ജോലി ചെയ്യുന്നതിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്ക് വേണ്ടിയാണ്. ആ ഭാര്യയ്ക്കും മക്കൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന പോലീസുകാരനെ സസ്പെൻഡ് ചെയ്താൽ കുഴപ്പത്തിലാക്കിയാൽ നാളെ വരുന്ന സെക്യൂരിറ്റി ജോലി ചെയ്യുമോ? അപ്പോൾ ഏത് VIP ആണോ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആ സാഹചര്യം അനുസരിച്ച് പോലീസ് പ്രൊട്ടക്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ജീവൻ അപകടത്തിലാണ്. പക്ഷെ കേരളവും ആ ദൃശ്യങ്ങൾ മുഴുവൻ കണ്ടതാണ്. അതിൽ ഈ മർദ്ദനമേറ്റവർ AD തോമസും അലക്സും ആദ്യം സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു, അവിടെ നിന്ന് SP-യുടെ അടുത്തേക്ക് പോകുന്നു, അവിടെ നിന്ന് കോടതിയിലേക്ക്, പിന്നെ ക്രൈം ബ്രാഞ്ചിലേക്ക്. ദൃശ്യങ്ങൾ ഇല്ല, ദൃശ്യങ്ങൾ ലഭ്യമല്ല, അത് കൃത്യനിർവഹണമെന്നായിരുന്നു റിപ്പോർട്ട് നൽകിയത്. അവിടെ നിന്ന് ഇപ്പോൾ ഈ ദിവസം ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത് മുഖ്യമന്ത്രിയുടെ അന്നത്തെ ഗൺമാനും എല്ലാവരും 5 പേർ പ്രതികളാവുകയാണ്. അപ്പോൾ ഒരു സർക്കാരാകുമ്പോൾ ഒരു തീരുമാനവും, സർക്കാർ മാറി പുതിയ മുഖ്യമന്ത്രിയും പുതിയ ആഭ്യന്തരമന്ത്രിയും വരുമ്പോൾ മറ്റൊരു നീതിയും ന്യായവുമാണോ കേരളത്തിൽ? അതെന്തുകൊണ്ടാണ് അങ്ങനെ? മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ആ പോലീസുകാരുടെ ബാധ്യതയാണ്. ആ സെക്യൂരിറ്റി അവർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നേരെ ഒരു ആൾക്കൂട്ടം വന്നാൽ അതിനെ അടിച്ച് മാറ്റേണ്ടത് അവരുടെ ജോലിയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കണ്ണൂർ വന്നു, ജനക്കൂട്ടം ആക്രമിച്ചു. ഉമ്മൻചാണ്ടിയുടെ നെഞ്ചിനകത്തുള്ള എല്ലിന് ഏറ് കിട്ടി. സെക്യൂരിറ്റി പോലീസ് എന്ത് ചെയ്തു? ചുമ്മാ നിന്നു. അവരുടെ ജോലിയായിരുന്നു മറ്റവരെ അടിച്ചോടിക്കേണ്ടത്. അവരടിച്ചോടിച്ചില്ല. മുഖ്യമന്ത്രിക്ക് പരിക്കേറ്റ് മുഖ്യമന്ത്രി 2 ആഴ്ചയോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. മഹാത്മാഗാന്ധിക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായി. മഹാത്മാഗാന്ധി പറഞ്ഞു, ഞാൻ ജനങ്ങളുടെ പ്രിയങ്കരനാണ്, എന്നെ ആർക്കും കൊല്ലേണ്ട ആവശ്യമില്ല, സെക്യൂരിറ്റി പിൻവലിക്കാൻ പറഞ്ഞു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അത് സമ്മതിക്കാൻ പാടില്ലായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സമ്മതിച്ചു, സെക്യൂരിറ്റി പിൻവലിച്ചു. 9 ദിവസം കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധിയെ ഗോഡ്സെ വെടിവെച്ച് കൊന്നു. ആദ്യം അറ്റംപ്റ്റ് ചെയ്ത ആൾ തന്നെ വന്ന് വെടിവെച്ച് കൊന്നു. നമ്മളൊരു ഒരു ആളിൻ്റെ സെക്യൂരിറ്റി നോക്കുമ്പോൾ ആ ആളിനെ ജീവനോട് രക്ഷിക്കേണ്ടത് സെക്യൂരിറ്റി പോലീസിൻ്റെ ജോലിയാണ്. പഞ്ചാബിലെ ബിയാസ് സിംഗ് പറഞ്ഞു, ഞാൻ ജനങ്ങളുടെ പ്രിയപ്പെട്ടവനാണ്, എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്ന്. അങ്ങനെ സെക്യൂരിറ്റി പോലീസിനെ മാറ്റി. സെക്യൂരിറ്റി പോലീസിനെ മാറ്റിയപ്പോൾ അക്രമകാരി ബിയാസ് സിംഗിൻ്റെ കാറിൽ കൊണ്ടുവന്ന് ബോംബ് വെച്ചു. മുഖ്യമന്ത്രി ബോംബ് പൊട്ടിത്തെറിച്ച് കാറും മുഖ്യമന്ത്രി കൂടെ 100 അടി മുകളിൽ പോയിട്ട് അവിടെ പൊട്ടിത്തെറിച്ച് മുഖ്യമന്ത്രിയുടെ ബോഡിയുടെ അംശം പോലും കിട്ടിയില്ല. അപ്പോൾ ഈ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആളിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് പോലീസിൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യത ചെയ്യുന്ന പോലീസിനെ ചോദ്യം ചെയ്യുകയും കേസിൽ പ്രതിയാക്കുകയും ചെയ്താൽ അടുത്ത സെക്യൂരിറ്റിയുടെ ജോലി ചെയ്യുന്ന പോലീസുകാരൻ ജോലി ചെയ്യില്ല. നാളെ മുഖ്യമന്ത്രി VD സതീശൻ റോഡിൽ കൂടെ പോവുകയാണ്, ഒരു പ്രകടനം വന്നു, പ്രകടനത്തിൽ ഒരാൾ മുഖ്യമന്ത്രിയുടെ കാറിന് നേരെ ബോംബ് എറിഞ്ഞു. സെക്യൂരിറ്റി പോലീസ് എന്ത് ചെയ്യും? നമ്മളിതിനാണ് വെറുതെ കേസ് പിടിക്കുന്ന, അവരങ്ങ് മാറിക്കൊടുക്കും. മുഖ്യമന്ത്രിക്ക് പരിക്ക് പറ്റും, ചിലപ്പോൾ ബോംബ് കാറിനകത്താണെങ്കിൽ മുഖ്യമന്ത്രി മരിച്ചും പോകും. അപ്പോൾ ഈ മുഖ്യമന്ത്രി എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ള പോലീസിൻ്റെ ബാധ്യതയാണ്. അത് ചെയ്യുന്ന പോലീസുകാർക്കെതിരെ കേസെടുത്താൽ നമ്മൾ ചെയ്യുന്നത് ഇനി വരുന്ന മുഖ്യമന്ത്രി VD സതീശൻ്റെ ജീവൻ അപായപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ജോലി. അപ്പോൾ സെക്യൂരിറ്റി ചെയ്യുന്ന പോലീസുകാരെ ആ ജോലി ചെയ്യാൻ സമ്മതിക്കണം. ഭരണം മാറിയെന്ന് വെച്ചിട്ട് അവരെ പ്രതിസ്ഥാനത്താക്കി ശിക്ഷിക്കാൻ പോകരുത്. ശിക്ഷിക്കാൻ പോയാൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ജീവനാണ് അപകടത്തിലാവുന്നത്. സെക്യൂരിറ്റി പിന്നെ ജോലി ചെയ്യില്ല. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാണ്. ഇന്ദിരാഗാന്ധിയുടെ 30 പേരുണ്ട്. പ്രധാനമന്ത്രിയുടെ ഒരു വീട്ടിൽ നിന്ന് മറ്റേ വീട്ടിലേക്ക് ഇന്ദിരാഗാന്ധി ഇറങ്ങി വരികയാണ്. അപ്പോൾ ഗേറ്റ് വാച്ച്മാൻ തോക്ക് പൊക്കി, കൂടുള്ള സെക്യൂരിറ്റി 5 എണ്ണം ഓടി, കൂടുള്ള ബാക്കി കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഓടി. പ്രധാനമന്ത്രിക്ക് 28 വെടി കിട്ടി. ആ കൂടെ വന്ന് 30 എണ്ണത്തിൽ ആർക്കെങ്കിലും വെടി കിട്ടിയോ? കിട്ടിയില്ല. പ്രധാനമന്ത്രിയെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ 5 സെക്യൂരിറ്റി മെൻ ഉണ്ടായിരുന്നു, അവർക്ക് വെടി കിട്ടിയോ? കിട്ടിയില്ല. അവരുടെ ജീവനും കൊണ്ട് ഓടി. പ്രിയങ്കരയായ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭയായ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി 28 വെടി കിട്ടി മരിച്ചു. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി നിർത്തുന്നത് അവരുടെ ജീവൻ പണയപ്പെടുത്തിയാണെങ്കിലും VIP-യുടെ ജീവൻ രക്ഷിക്കാനാണ്. ആ ജോലി ചെയ്യുന്ന പോലീസുകാരെ നിങ്ങൾ കേസെടുത്ത് ശിക്ഷിക്കുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്താൽ ഇനി വരുന്ന മുഖ്യമന്ത്രിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയല്ല പോലീസ്. അവരക്രമം ഉണ്ടാകുമ്പോൾ അവരങ്ങ് മാറിക്കൊടുക്കും, മുഖ്യമന്ത്രിയുടെ ജീവൻ അപകടത്തിലാവും. അതുകൊണ്ട് സെക്യൂരിറ്റി ചെയ്യുന്ന പോലീസുകാരെ ശിക്ഷിക്കാനും സസ്പെൻഡ് ചെയ്യാനും പോകുന്നത് 2 തവണ ആലോചിച്ചിട്ട് ചെയ്യാവും. ഞാൻ 4-5 ഉദാഹരണം പറഞ്ഞത്, എവിടെയൊക്കെ VIP സെക്യൂരിറ്റി ചെയ്ത പോലീസുകാരെ നമ്മൾ അവഗണിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം VIP-ക്ക് അപകടം പറ്റിയിട്ടുണ്ട്. അതിനെ 5 ഉദാഹരണം ഞാൻ പറഞ്ഞതിനാണ്. അതുകൊണ്ട് ഈ നടപടി അപക്വമായ നടപടിയാണ്, അപകടകരമായ നടപടിയാണ്. മുഖ്യമന്ത്രി VD സതീശൻ്റെ ജീവൻ അപകടപ്പെടുന്ന നടപടിയാണ്. അതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിക്ക് സുരക്ഷ, VVIP സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. ആക്രമണം ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടതും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ടതും ഈ ഗൺമാൻ അടക്കമുള്ള കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഇവിടെ ഈ പറഞ്ഞ 2 പേർ AD തോമസും അലക്സ്
അലക്സും അവരുടെ കയ്യിൽ ഒരു ആയുധവും ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ അവിടെയുള്ള ആലപ്പുഴ പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് ആ സമയത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നതിന് മുൻപേ ആലപ്പുഴ അവിടെയുള്ള ആ ജില്ലയിലെ പോലീസുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ 2 പേരും. അത് കഴിഞ്ഞിട്ടുണ്ടായ ആ കാറിൽ നിന്ന് ഇറങ്ങി വന്ന ഈ മർദ്ദനമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിലൊരു ശരികേടുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? അവരുടെ കയ്യിൽ ആയുധമില്ലാതെ എങ്ങനെ കണ്ടുപിടിക്കും? പോലീസിന് തേർഡ് വിഷൻ ഉണ്ടോ കണ്ടുപിടിക്കാൻ? പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ കൊല്ലാൻ വേണ്ടി ഒരു പെൺകുട്ടി വരികയാണ്. അവളുടെ വസ്ത്രത്തിനടിയിലാണ് ബോംബ് വെച്ചിരുന്നത്. അപ്പോൾ ആ പെൺകുട്ടിയെ കണ്ട് നിരപരാധിയായിട്ട് കണ്ട് രാജീവ് ഗാന്ധി ആ സ്ത്രീയോട് സംസാരിച്ച് അവളെ ജനക്കൂട്ടത്തെ അനുഗ്രഹിച്ചു. 2 സെക്കൻഡ് കഴിഞ്ഞ് ബോംബ് പൊട്ടിത്തെറിച്ചു. രാജീവ് ഗാന്ധി ചിന്നിച്ചെതറി അവിടെ. അപ്പോൾ ആയുധം കയ്യിലില്ല എന്ന് പറഞ്ഞാൽ ആയുധം ഇല്ല എന്നർത്ഥമില്ല. ശരീരത്തിനകത്തും വസ്ത്രത്തിനകത്തും ആയുധം വെക്കാം. അതുകൊണ്ട് പൊട്ടൻഷ്യലായിട്ടുള്ള ആക്രമണകാരിയെ മാറ്റുമ്പോൾ ആയുധം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കൺസിഡറേഷൻ അല്ല. ആയുധം കയ്യിലില്ലെങ്കിലും മറ്റു സ്ഥലത്ത് ഉണ്ടാവും എന്നുള്ളത് ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള സംഭവങ്ങളാണ്. ശരി, ഇപ്പം അന്ന് ഈ മർദ്ദിക്കുന്നതിന് ദൃശ്യങ്ങളില്ല എന്നുള്ളതാണ് പോലീസ് കോടതിയെ അറിയിച്ച കാര്യം. ദൃശ്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് ദൃശ്യങ്ങളില്ല എന്ന് പറയുക? അതോ ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇപ്പോൾ വീണ്ടും ഈ SIT-യിലുള്ളതും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. ചുമതല അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ മാറുന്നു. പക്ഷെ അപ്പോൾ എങ്ങനെയാണ് ഉദ്യോഗസ്ഥരുടെ മൊഴിയും ദൃശ്യങ്ങൾ ഉണ്ടാകുന്നതും? അധികാരം മാറുമ്പോൾ അവിടെ എങ്ങനെയാണ് മൊഴി മാറുന്നത്? അതല്ലല്ലോ ഇവിടുത്തെ ഇഷ്യൂ. സെക്യൂരിറ്റി ഉള്ള പോലീസുകാർ അവരുടെ ഡ്യൂട്ടി ചെയ്തോ ഇല്ലയോ എന്നുള്ളൊരു ഇഷ്യൂ. ഇറാൻ പാർലമെൻറ്റിലെ ചായ കൊടുക്കുന്ന ഒരാൾ വന്നു. അയാൾ പറഞ്ഞു ഞാൻ ചായ കൊടുക്കുന്ന ആളല്ല, അയാളെ ചെക്ക് ചെയ്തില്ല. അയാൾ എന്ത് ചെയ്തു? അകത്ത് കൊണ്ടുവന്ന് ബോംബ് പൊട്ടിച്ചു. ഇറാൻ പാർലമെൻറ്റിൻ്റെ സ്പീക്കറും പ്രധാനമന്ത്രി ഉൾപ്പെടെ 68 MP മരിച്ചു ഒരാളിനെ ചെക്ക് ചെയ്യാതെ കയറ്റി വിട്ടപ്പോൾ. അപ്പോൾ ഇയാൾ ആയുധമുണ്ടോ, ഇയാൾ ചായക്കാരനല്ലേ എന്ന് നോക്കിയിട്ടാണോ സംരക്ഷണം ഉറപ്പിക്കുന്നത്? ഇന്ത്യൻ പാർലമെൻറ്റിൽ 2 പേര് കയറി, കമ്പളി സെക്യൂരിറ്റി ചെക്ക് കയറി അകത്ത് കയറിയിട്ട് അവനകത്ത് പടക്കം പൊട്ടിച്ചു. എന്നിട്ട് പാർലമെൻറ്റിനകത്ത് വീണ്ടും ഭീതി ഉണ്ടാക്കി. അപ്പോൾ സെക്യൂരിറ്റി നോക്കേണ്ട പോലീസുകാരൻ സെക്യൂരിറ്റി നോക്കിയില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ബോംബ് പൊട്ടിച്ചതുപോലെ ഇറാൻ പാർലമെൻറ്റിൽ ബോംബ് പൊട്ടിച്ച പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും സ്പീക്കറും ഉൾപ്പെടെ 68 MP മരിച്ചതുപോലെ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ഏത് VIP ആണോ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആ സാഹചര്യം അനുസരിച്ച് പോലീസ് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ ജീവൻ അപകടത്തിലാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പോൾ 2 പോലീസുകാർക്ക് നടപടി എടുത്തും എടുക്കാനാണെന്നും പറഞ്ഞിരുന്നാലുണ്ടല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ജീവനാണ് അപകടത്തിലാക്കുന്നത്. ഇനിയൊരു സെക്യൂരിറ്റി പോലീസുകാരൻ ജനത്തെ അടിച്ച് മാറ്റുകയില്ല. അവൻ ബോംബ് പറഞ്ഞാൽ അവൻ കണ്ടുകൊണ്ടിരിക്കും. കാരണം പോലീസുകാരൻ ജോലി ചെയ്യുന്നതിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്ക് വേണ്ടിയാണ്. ആ ഭാര്യയ്ക്കും മക്കൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന പോലീസുകാരനെ സസ്പെൻഡ് ചെയ്താൽ കുഴപ്പത്തിലാക്കിയാൽ നാളെ വരുന്ന സെക്യൂരിറ്റി ജോലി ചെയ്യുമോ? സെക്യൂരിറ്റി ജോലി ചെയ്യില്ല. പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരുടെ ജീവൻ അപകടത്തിലാവുന്ന പരിപാടിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. മന്ത്രിസഭ മാറിയ ഉടനെ 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യും. നല്ല കാര്യം. പക്ഷേ സസ്പെൻഡ് ചെയ്താലേ നാളെ മുതൽ സെക്യൂരിറ്റി എങ്ങനെയാണെന്നുള്ളത് ഭരണകർത്താക്കൾ അറിഞ്ഞിരിക്കണം.